ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ഇനി നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട പരീക്ഷകൾ സെക്രട്ടേറിയറ്റ് OA, ലാബ് അസിസ്റ്റൻറ്റ്, അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പോലുള്ള പരീക്ഷകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ക്ലാസ്. നമ്മൾ റീസെൻ്റായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് അതും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ചർച്ച ചെയ്യുന്നത്. പിന്നെ PSC ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും നോക്കുന്നുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യന് ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനാണ്. താഴെ തന്നിട്ടുള്ളവരിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി. 32/2025 ക്വസ്റ്റ്യൻ കോഡുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യനാണ്. പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി 4 വ്യക്തികളെ തന്നിട്ടുണ്ട്. ഇതിൽ പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തിയാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസ് എടുക്കുമ്പോൾ പത്മ സുബ്രഹ്മണ്യം, അതുപോലെ LK അദ്വാനി, M ഫാത്തിമ ബീവി, MS സ്വാമിനാഥൻ. ഇതിൽ LK അദ്വാനി, MS സ്വാമിനാഥൻ ഇവർക്ക് രണ്ടുപേർക്കും 2024 ഭാരതരത്നയാണ് ലഭിച്ചത്. LK അദ്വാനി ഭാരതരത്ന ലഭിക്കുന്ന 50ാമത്തെ വ്യക്തിയാണ്. അതുപോലെ MS സ്വാമിനാഥനും 2024 ഭാരതരത്ന ലഭിച്ച വ്യക്തിയാണ്. പിന്നെയുള്ളത് Aയും Cയും ഓപ്ഷനാണ്. നമുക്ക് ആർക്കൊക്കെയാണ് പത്മവിഭൂഷൺ ലഭിച്ചത്, പത്മഭൂഷൺ ലഭിച്ചത്, പത്മശ്രീ ലഭിച്ചത് എന്ന് നോക്കാം. പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ള വ്യക്തികൾ M വെങ്കയ്യ നായിഡു, പത്മ സുബ്രഹ്മണ്യം, വൈജയന്തിമാല ബാലി, ചിരഞ്ജീവി, ബിന്ദേശ്വർ പാഠക്. ഇത്രയും പേർക്കാണ്. ഇതിൽ പത്മ സുബ്രഹ്മണ്യമാണ് ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ആരാണ്? പത്മ സുബ്രഹ്മണ്യമാണ്. ഒന്നുകൂടെ പറയാം, പത്മവിഭൂഷൺ ലഭിച്ച വ്യക്തികൾ M വെങ്കയ്യ നായിഡു, പത്മ സുബ്രഹ്മണ്യം, വൈജയന്തിമാല ബാലി, ചിരഞ്ജീവി, ബിന്ദേശ്വർ പാഠക്. ഇത്രയും പേർക്കാണ്. M വെങ്കയ്യ നായിഡു, പത്മ സുബ്രഹ്മണ്യം, വൈജയന്തിമാല ബാലി, ചിരഞ്ജീവി, ബിന്ദേശ്വർ പാഠക്. അടുത്തത് പത്മഭൂഷൺ ലഭിച്ച 3 വ്യക്തികളെ പഠിക്കാം. ജസ്റ്റിസ് M ഫാത്തിമ ബീവി, O രാജഗോപാൽ, ഉഷ ഉദുപ്പ്, O രാജഗോപാൽ, ജസ്റ്റിസ് M ഫാത്തിമ ബീവി. ഇത്രയും പേർക്കാണ് പത്മഭൂഷൺ. അപ്പം പത്മഭൂഷൺ ലഭിച്ച വ്യക്തിയാണ് ഫാത്തിമ ബീവി. പത്മഭൂഷൺ ലഭിച്ച വ്യക്തിയാണ്. പത്മഭൂഷൺ ലഭിച്ച വ്യക്തികളെ ഓർക്കാൻ എളുപ്പമാണ്. M ഫാത്തിമ ബീവി, O രാജഗോപാൽ, ഉഷ ഉദുപ്പ്. നമുക്ക് മലയാളികളെ മാത്രം പഠിച്ചാൽ മതി പത്മഭൂഷൺ. അടുത്തത് പത്മശ്രീ ലഭിച്ച പ്രധാന വ്യക്തികളെ നോക്കാം. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി, സദനം ബാലകൃഷ്ണൻ, EP നാരായണൻ, സത്യനാരായണ ബലേരി, P ചിത്രൻ നമ്പൂതിരിപ്പാട്, മുനി നാരായണ പ്രസാദ്. നാരായണ 3 പേരുണ്ട്, പിന്നെ നമ്പൂതിരിപ്പാടുണ്ട്, സദനം ബാലകൃഷ്ണൻ, അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി. ഇത്രയും ഓർത്തിരിക്കുക. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഓർക്കാൻ എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ നോക്കുക. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി ഉണ്ട്, ബാലകൃഷ്ണൻ സദനം ബാലകൃഷ്ണനുണ്ട്, EP നാരായണനുണ്ട്, സത്യനാരായണ ബലേരി ഉണ്ട്, P ചിത്രൻ നമ്പൂതിരിപ്പാടുണ്ട്, മുനി നാരായണ പ്രസാദ്. ഇത്രയും പേരാണ് പത്മശ്രീ ലഭിച്ചത്. കാണുമ്പോൾ നമുക്ക് മനസ്സിലായാൽ മതി പത്മശ്രീ ലഭിച്ച വ്യക്തികളെയും അതുപോലെ പത്മവിഭൂഷൺ ലഭിച്ച വ്യക്തികളെയൊക്കെ. പത്മഭൂഷൺ ലഭിച്ചത് 3 പേരെ പഠിച്ചാൽ മതി. O രാജഗോപാൽ, ഉഷ ഉദുപ്പ്, ജസ്റ്റിസ് M ഫാത്തിമ ബീവി. ബാക്കി പത്മവിഭൂഷൺ ലഭിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? പത്മ സുബ്രഹ്മണ്യം, ചിരഞ്ജീവി, ബിന്ദേശ്വർ പാഠക്, പിന്നെ ആരായിരുന്നു? M വെങ്കയ്യ നായിഡു, വൈജയന്തിമാല ബാലി. 2025 പത്മ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. നമുക്ക് അതും കൂടി പ്രധാനപ്പെട്ടത് മാത്രം ഒന്ന് നോക്കിയേക്കാം. നമുക്കറിയാം അടുത്തിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് MD വാസുദേവൻ നായർ മരണപ്പെട്ടത്. 2024 ഡിസംബർ 25. അപ്പോൾ ക്രിസ്മസ് ദിനത്തിനാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിന് മരണാനന്തരം പത്മവിഭൂഷൺ നൽകുകയുണ്ടായി 2025. അപ്പോൾ അത് പ്രത്യേകം ഓർത്തിരിക്കുക. 2025 പത്മവിഭൂഷൺ MD വാസുദേവൻ നായർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി പത്മഭൂഷൺ ലഭിച്ചത് 2025 പത്മഭൂഷൺ ലഭിച്ച 2 മലയാളികളെ നമ്മൾ ഓർത്തിരിക്കണം. PR ശ്രീജേഷിനെയും അതുപോലെ ഡോക്ടർ ജോസ് ചാക്കോ പെരുപുറം.
ഇവരെ രണ്ടുപേരെ ഓർത്തിരിക്കണം. നടി ശോഭനയ്ക്കും പത്മഭൂഷൺ ബഹുമതി 2025 ലഭിച്ചിട്ടുണ്ട്. അതും ഓർത്തിരിക്കണം. തമിഴ്നാട് സ്വദേശിനിയാണ്. ശോഭന ചന്ദ്രകുമാർ എന്നാണ് ഫുൾ നെയിം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്കു വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്കു വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് C-വിജിൽ. ഇനി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിലെത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ M-സേവനമാണ്. ചോദിച്ചതാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിലെത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ M-സേവനമാണ്. അടുത്തത് നിലവിലെ കേന്ദ്ര പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രിയെയാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ കേന്ദ്ര പാർലമെൻ്ററി കാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കിരൺ റിജിജു ആണ്. കിരൺ റിജിജു ആണ് നിലവിലത്തെ കേന്ദ്ര പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി. ബാക്കി മന്ത്രിമാരുടെ വകുപ്പുകളും കൂടി നമുക്ക് നോക്കാം. മൻസുഖ് മാണ്ഡവ്യ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് തൊഴിൽ, ഉദ്യോഗം, യുവജനകാര്യം, കായികം എന്നീ വകുപ്പുകളാണ്. ഹർദീപ് സിംഗ് പുരി അദ്ദേഹം പെട്രോളിയം പ്രകൃതിവാതകം മന്ത്രിയാണ്. പെട്രോളിയം പ്രകൃതിവാതകം കൈകാര്യം ചെയ്യുന്നത് ഹർദീപ് സിംഗ് പുരിയാണ്. മൻസുഖ് മാണ്ഡവ്യ കൈകാര്യം ചെയ്യുന്നത് തൊഴിൽ, ഉദ്യോഗം, യുവജനകാര്യം, കായികം എന്നീ വകുപ്പുകളാണ്. ഇനി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ഏതാണ്? JP നഡ്ഡയാണ്. ജഗത് പ്രകാശ് നഡ്ഡ അദ്ദേഹമാണ് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി. ആരോഗ്യം നേരത്തെ കൈകാര്യം ചെയ്തിരുന്ന മൻസുഖ് മാണ്ഡവ്യ ആയിരുന്നു. ഇപ്പം മാറിയിട്ടുണ്ട്. ജഗത് പ്രകാശ് നഡ്ഡയാണ് ഇപ്പോൾ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി എന്ന് ഓർക്കുക. കിരൺ റിജിജു കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ പാർലമെൻ്ററി കാര്യവും ന്യൂനപക്ഷ കാര്യവുമാണ്. അടുത്തത് PSC ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യയാണ്. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ. അടുത്ത ക്വസ്റ്റ്യൻ, മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം നൈജീരിയയാണ്. മെനിഞ്ചൈറ്റിസിനെതിരെ ഉള്ളതാണ് MEN5CV വാക്സിന്. അത് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം നൈജീരിയയാണ് എന്ന് ഓർക്കുക. ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകിയ അലിനിറ്റി MMPHV അസേ എന്താണ്? മങ്കി പോക്സ് രോഗം കണ്ടെത്താനായിട്ടുള്ള പരിശോധനാ കിറ്റാണ് എന്ന് ഓർക്കുക. അലിനിറ്റി MMPHV അസേ പരിശോധനാ കിറ്റാണ്. മങ്കി പോക്സ് രോഗം കണ്ടെത്താനായിട്ടുള്ള പരിശോധനാ കിറ്റാണ് എന്ന് ഓർക്കുക. ഇന്ത്യയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്നിവ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത R21 മെട്രിക്സ് M ഏത് രോഗത്തിന് എതിരായിട്ടുള്ള വാക്സിനാണ്? R21/മെട്രിക്സ് M ഏതാണ്? മലേറിയ രോഗമാണ്. അലിനിറ്റി MMPHV അസേ പരിശോധനാ കിറ്റ് എന്തിനുള്ളതാണ്? മങ്കി പോക്സ് രോഗമാണ്. R21 മെട്രിക്സ് ഓർക്കുക, മലേറിയ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആര്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ്. ഇതിൽ ആൻസർ വരുന്നത് EV രാമകൃഷ്ണനാണ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ്. മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയതിന് EV രാമകൃഷ്ണനാണ് ലഭിച്ചത്. ഇനി 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് K ജയകുമാറാണ്. അദ്ദേഹത്തിൻ്റെ കൃതി പിങ്കളകേശിനി എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. അപ്പം ജയകുമാറിൻ്റെ കൃതി പിങ്കളകേശിനി ഓർക്കുക. പിങ്കളകേശിനിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2024 ലഭിച്ചത്. മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനത്തിനാണ് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. ആർക്ക്? EV രാമകൃഷ്ണന്. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? 3 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിയായത് ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷാജി N കരുണുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. നമുക്കറിയാം അദ്ദേഹം മരണപ്പെട്ടത് അടുത്തിടയ്ക്കാണ്. 2025 ഏപ്രിൽ 28 അദ്ദേഹം മരണപ്പെടുന്നത്.
ഇത് ചോദിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് JC ഡാനിയൽ പുരസ്കാരം അടുത്തിടെ ലഭിച്ചിരുന്നു. 2024 ലഭിക്കുന്നത്. 2023 JC ഡാനിയൽ പുരസ്കാരമാണ് 24ാമത്തെ JC ഡാനിയൽ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയും നമുക്ക് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഷാജി എൻ കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. 1989 മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി. ശരിയാണ്. G. അരവിന്ദന് ദേശീയ അവാർഡ് ലഭിച്ച സിനിമയാണ് പിറവി. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതിൽ 1ഉം 2 സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1ഉം 2ഉം ശരി എന്നുള്ളതാണ് ആൻസർ. ഇനി നമുക്ക് പിറവി എന്ന സിനിമയെപ്പറ്റി നോക്കാം. 1988 പുറത്തിറങ്ങിയ സിനിമയാണ് പിറവി. ഇതിന് ലഭിച്ച പുരസ്കാരങ്ങൾ 1989 ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച ചിത്രത്തിനുള്ള സ്വർണ്ണകമലം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ മികച്ച സംവിധായകനുള്ള സ്വർണ്ണകമലം ഷാജി എൻ കരുണിനും മികച്ച നടനുള്ള രജതകമലം പ്രേംജിക്കും ലഭിച്ചിട്ടുണ്ട്. പിറവിയിലെ അഭിനയത്തിന് പ്രേംജിക്ക് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. രജതകമലം ആണ് ലഭിച്ചത്. അതുപോലെ 1989 തന്നെ കാൻസ് ഫിലിം ഫെസ്റ്റിവൽ ക്യാമറ ഡോറും സർ ചാർലി ചാപ്ലിൻ അവാർഡും പിറവിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷാജി എൻ കരുണിനെ പറ്റി നോക്കാം. അദ്ദേഹം മരിക്കുന്നത് 2025 ഏപ്രിൽ 28 സംവിധാനം ചെയ്ത സിനിമകൾ പിറവി, സ്വം. പ്രധാനപ്പെട്ട സിനിമകൾ മാത്രമേ പറയുന്നുള്ളൂ. അതുപോലെ വാനപ്രസ്ഥവും ഓർത്തിരിക്കുക. 2019 മുതൽ 2025 വരെ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായിരുന്നു. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ആയിരുന്നു. അപ്പോൾ 2025 ഇദ്ദേഹം മരിക്കുമ്പോൾ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായിട്ടാണ് മരിക്കുന്നത് എന്ന് ഓർക്കുക. അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത് 2011 2023 JC ഡാനിയൽ പുരസ്കാരവും ലഭിക്കുന്നു. 24ാമത്തെ JC ഡാനിയൽ പുരസ്കാരമാണ് 2023 ലഭിച്ചത്. അടുത്തത് 77ാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. കൂട്ടത്തിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതാനാണ്. ഇവിടെ കൊടുത്തിട്ടുള്ളതിൽ 4ഉം ശരിയായിട്ടുള്ളതാണ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. മികച്ച നടനാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. ജെസ്സി പ്ലെമൻസ്. ശരിയാണ്. കൈൻഡ്സ് ഓഫ് കൈൻഡ്നസ് എന്ന സിനിമയ്ക്കാണ് മികച്ച നടനുള്ള അവാർഡ് ജെസ്സി പ്ലെമൻസിന് ലഭിക്കുന്നത്. ഇനി മികച്ച നടി എമിലിയ പെരസ് എന്ന് കൊടുത്തിട്ടുണ്ട്. എമിലിയ പെരസ് എന്നത് സിനിമയാണ്. ആ സിനിമയ്ക്കാണ് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിക്കുന്നുണ്ട്. അത് സോയ സാൽഡാനയ്ക്കാണ് ലഭിക്കുന്നത്. മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത് കൊറാലി ഫാർഗേറ്റിനാണ്. ദ സബ്സ്റ്റൻസ് എന്ന സിനിമയുടെ തിരക്കഥയ്ക്കാണ് ലഭിക്കുന്നത്. പാംഡിയോർ ലഭിക്കുന്നത് അനോറ എന്ന സിനിമയ്ക്കാണ്. ഷോൺ ബേക്കറിൻ്റെയാണ് അനോറ. നമ്മൾ ഓസ്കാർ അവാർഡ് പഠിച്ചപ്പോൾ അനോറ പഠിച്ചതാണ്. അനോറയ്ക്ക് 5 പുരസ്കാരങ്ങൾ ഓസ്കാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ. മികച്ച സംവിധാനമുള്ള അവാർഡ് ഷോൺ ബേക്കറിന് നേടിക്കൊടുത്ത സിനിമയാണ് അനോറ എന്നൊക്കെ പഠിച്ചതാണ്. ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാംഡിയോറും അനോറയ്ക്ക് ലഭിച്ചു എന്ന് ഓർക്കുക. ഷോൺ ബേക്കറാണ് സംവിധാനം ചെയ്തത്. ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് ഇന്ത്യയിൽ നിന്നുള്ള സംവിധായകയായിട്ടുള്ള പായൽ കപാഡിയയ്ക്കാണ് ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് ലഭിക്കുന്നത്. ഓൾ വി ഇമാജിനാസ് ലൈറ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തതിനാണ്. ഇതൊരു ഡ്രാമ സിനിമയാണ്. പായൽ കപാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിനാസ് ലൈറ്റ് എന്ന സിനിമയ്ക്കാണ് ഗ്രാൻഡ് പ്രീ അവാർഡ് ലഭിക്കുന്നത്. ജൂറി പ്രൈസ് ലഭിക്കുന്നത് എമീലിയ പെരസ് എന്ന സിനിമയ്ക്ക് ജാക്കസ് ഓഡിയാഡിനാണ്. ജൂറി പ്രൈസ് ലഭിക്കുന്നത് ജാക്കസ് ഓഡിയാഡ് എമീലിയ പെരസ് എന്ന സിനിമയ്ക്ക്. മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിക്കുന്നത് മിഗ്വൽ ഗോമസിനാണ്. ഗ്രാൻഡ് ടൂർ എന്ന സിനിമ സംവിധാനം ചെയ്തതിനാണ്. മിഗ്വൽ ഗോമസിനാണ് ലഭിക്കുന്നത്. തിരക്കഥ ദ സബ്സ്റ്റൻസിനാണ് എന്ന് ഓർക്കുക. ഇനി ചേരുപടി ചേർക്കാനാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന, പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന, രാഷ്ട്രീയ ഗ്രാമ സ്വരാജ് അഭിയാൻ, PM ഗ്രാം സഡക് യോജന. ഇത്രയും തന്നിട്ടുണ്ട്. ഇപ്പുറത്ത് കുറച്ച് എന്തിനൊക്കെയാണ് എന്നുള്ളതും തന്നിട്ടുണ്ട്. അപ്പോൾ അത് മാച്ച് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ഈ ഗ്രാമ സഡക്ക് കാണുമ്പോൾ തന്നെ റോഡിൻ്റെ ആണ് എന്ന് നമുക്ക് D2 ആണ് എന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെ D2 ഉള്ളത് ഓപ്ഷൻ C മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കത് എഴുതാനായിട്ട് പറ്റും. ഓപ്ഷൻ C ആണ് ആൻസർ. ഇന്ത്യ ഗവൺമെൻറ് അടുത്ത കാലത്തായി ചെറുധാന്യങ്ങൾ, മില്ലറ്റ്സ്
രാജ്യവ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നതിന് വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ട്. കൂടാതെ മില്ലറ്റ്സ് പോഷക സമ്പത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നു. ഇതിലെ മില്ലറ്റ്സ് ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഏത് സംസ്ഥാനമാണ് എന്നാണ് ചോദ്യം. മില്ലറ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. ഓർക്കുക, രാജസ്ഥാനാണ്. അടുത്തതും ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന. അതുമായിട്ട് ബന്ധപ്പെട്ട് 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന എന്നത് സൗരോർജ്ജ മേൽക്കൂര ശേഷി വർദ്ധിപ്പിക്കുന്നതിനും റെസിഡൻഷ്യൽ വീടുകൾക്ക് സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ശാക്തീകരണം നൽകുന്നതിനും വേണ്ടിയാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇന്ത്യയിലെ കുടുംബങ്ങൾക്ക് സൗജന്യ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാൻ തുടങ്ങിയ പദ്ധതി ശരിയാണ്. ഈ പദ്ധതി പ്രകാരം വീടുകളുടെ മുകളിൽ സോളാർ പാനൽ വെക്കാൻ സബ്സിഡി നൽകുന്നു. ശരിയാണ്. പദ്ധതി പ്രകാരം 1 കോടി കുടുംബങ്ങൾക്ക് ഗുണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരിയാണ്. സോളാർ പാനൽ സ്ഥാപിക്കുന്നതിൻ്റെ മുഴുവൻ ചെലവും ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ലഭിക്കുന്നു. തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തത് കേന്ദ്ര മന്ത്രിസഭയെ പറ്റിയാണ്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ പെട്രോളിയം പ്രകൃതിവാതക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ആരാണ്? നമ്മൾ പഠിച്ചതാണ് ഹർദീപ് സിംഗ് പുരി. ഏതാണ്? പെട്രോളിയം പ്രകൃതിവാതകമാണ് എന്ന് പഠിച്ചു. കിഷൻ റെഡ്ഡി ഏതാണ്? കൽക്കരി ഖനനമാണ്. CR പാട്ടീൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ജലശക്തിയാണ്. പീയൂഷ് ഗോയൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് വാണിജ്യവും വ്യവസായവുമാണ്. ഓർക്കുക, വാണിജ്യം വ്യവസായം കൈകാര്യം ചെയ്യുന്നത് പീയൂഷ് ഗോയൽ. ജലശക്തി CR പാട്ടീലാണ്. കിഷൻ റെഡ്ഡി കൈകാര്യം ചെയ്യുന്നത് കൽക്കരിയും ഖനനവുമാണ്. ഹർദീപ് സിംഗ് പുരി കൈകാര്യം ചെയ്യുന്നത് പെട്രോളിയവും പ്രകൃതിവാതകവുമാണ് എന്ന് ഓർക്കുക. ഇനി നമുക്ക് പ്രധാനപ്പെട്ട സഹമന്ത്രിമാരെ പറ്റി നോക്കാം. ശ്രീ ജയന്ത് ചൗധരി അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് നൈപുണ്യ വികസനം സംരംഭകത്വം മന്ത്രാലയത്തിൻ്റെ സ്വതന്ത്ര ചുമതലയാണ് ഇദ്ദേഹത്തിനുള്ളത്. നൈപുണ്യ വികസനം സംരംഭകത്വം. അതുപോലെ വിദ്യാഭ്യാസ സഹമന്ത്രി ചോദിച്ചാലും ശ്രീ ജയന്ത് ചൗധരിയാണ്. വിദ്യാഭ്യാസ സഹമന്ത്രിയാണ് ശ്രീ ജയന്ത് ചൗധരി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ് എന്ന് നമുക്കറിയാം, ധർമ്മേന്ദ്ര പ്രധാനാണ്. അടുത്തത് ശ്രീ അർജുൻ റാം മേഘ്വാൾ. ഇദ്ദേഹം നിയമ നീതിന്യായ മന്ത്രാലയത്തിൻ്റെ സഹമന്ത്രിയാണ്. പാർലമെൻ്ററി കാര്യവും ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. നിയമ നീതിന്യായ മന്ത്രാലയത്തിൻ്റെ സഹമന്ത്രിയാണ് അർജുൻ റാം മേഘ്വാൾ. അടുത്തത് ജാദവ് പ്രതാപ് റാവു ഗണപതി റാവു. അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ആയുഷ് മന്ത്രാലയമാണ്. ആയുഷ് മന്ത്രാലയത്തിൻ്റെ സഹമന്ത്രിയാണ് ശ്രീ ജാദവ് പ്രതാപ റാവു ഗണപതി റാവു എന്ന് ഓർക്കുക. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP ആയിരുന്നു. ലോക്സഭയിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പ് എത്രാമത്തെ തെരഞ്ഞെടുപ്പായിരുന്നു? അതാണ് ക്വസ്റ്റ്യൻ. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്രാമത്തെ തെരഞ്ഞെടുപ്പായിരുന്നു? 18ാമത്തെ തെരഞ്ഞെടുപ്പായിരുന്നു. 2024 പ്രഖ്യാപിച്ച 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏതാണ്? 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡാണ് 2024 പ്രഖ്യാപിച്ചത്. 2022 അവാർഡാണ് 2024 കൊടുക്കുന്നത്. മികച്ച ഫീച്ചർ ഫിലിമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടമാണ്. ആട്ടം സംവിധാനം ചെയ്തത് ആനന്ദ് ഏകഋഷിയാണ്. ഇതിൻ്റെ തിരക്കഥ എഴുതിയതും ആനന്ദ് ഏകഋഷിയാണ്. അദ്ദേഹത്തിന് മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഈ ആട്ടം എന്ന സിനിമയുടെ തിരക്കഥ എഴുതിയതിന് ആനന്ദ് ഏകഋഷിക്ക് ലഭിക്കുന്നുണ്ട്. അടുത്തത് മികച്ച നടനുള്ള അവാർഡ് ഋഷഭ് ഷെട്ടിക്കാണ് ലഭിക്കുന്നത്. സിനിമ കാന്താര എന്ന സിനിമ സംവിധാനം ചെയ്തതും തിരക്കഥ എഴുതിയതും അതിൽ അഭിനയിച്ചതും ഋഷഭ് ഷെട്ടിയാണ് എന്ന് ഓർക്കുക. അദ്ദേഹത്തിന് മികച്ച നടനുള്ള പുരസ്കാരം ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്നുണ്ട്. മികച്ച നടിക്കുള്ള പുരസ്കാരം 2 പേർക്കാണ് ലഭിച്ചത്, നിത്യ മേനോനും മാനസി പരേഖിനും. മാനസി പരേഖ്. നിത്യ മേനോന് തിരുച്ചിത്ര അമ്പലം എന്ന സിനിമയ്ക്കും മാനസി പരേഖിന് കച്ച് എക്സ്പ്രസ് എന്ന സിനിമയ്ക്കുമാണ് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിക്കുന്നത്. മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിക്കുന്നത് സൂരജ് ആർ ബഡ്ജാത്യയ്ക്കാണ്. ഊഞ്ചായി എന്ന സിനിമയ്ക്കാണ് ലഭിക്കുന്നത്. ഊഞ്ചായി എന്ന സിനിമയ്ക്ക് സൂരജ് ആർ ബഡ്ജാത്യയ്ക്കാണ് മികച്ച സംവിധായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്നത്. നവാഗത സംവിധായകനുള്ളത് പ്രമോദ് കുമാറിനാണ്.
ജനപ്രിയ ചിത്രമായിട്ട് തിരഞ്ഞെടുക്കുന്നത് കാന്താരയാണ്. കാന്താര ജനപ്രിയ ചിത്രമാണ്. മികച്ച തെലുങ്ക് ചിത്രത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് കാർത്തികേയ 2-നാണ്. തമിഴ് ചിത്രം പൊന്നിയിൻ സെൽവന്. മലയാള ചിത്രം പ്രത്യേകം ഓർത്തിരിക്കുക സൗദി വെള്ളയ്ക്കയാണ്. കന്നഡ ചിത്രം KGF 2. ഹിന്ദി ചിത്രം ഗുൽമോഹർ. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതെല്ലാം? ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളതിൽ 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ സമ്പർക്കക്രാന്തിയും മുഴക്കവുമാണ്. സമ്പർക്കക്രാന്തി ഷിനിലാലിൻ്റെയാണ്. അതുപോലെ മുഴക്കം എന്നത് PF മാത്യൂസിൻ്റെയുമാണ്. ഇനി 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്ന സ്ഥലം ലോസ് ഏഞ്ചൽസ് ആണ്. 2028 സമ്മർ ഒളിമ്പിക്സ് ലോസ് ഏഞ്ചൽസിലാണ്. 2024 കഴിഞ്ഞല്ലോ, പാരീസിലായിരുന്നു നടന്നത്. പാരീസ് ഒളിമ്പിക്സ് നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ളതാണ്, ഇവിടെ പറയുന്നില്ല. അടുത്തത് താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. ഇതിൽ 1, 2, 3 ശരി എന്നുള്ള ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. 3 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത് 3 ശരിയാണ്. 2023 ദേശീയ ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പിനായിട്ടുള്ള രാജാ ഫലേന്ദ്ര സിംഗ് ട്രോഫി മഹാരാഷ്ട്രയ്ക്കാണ് ലഭിച്ചത്. ശരിയാണ്. ദേശീയ ഗെയിംസിന് വേദി ഒരുങ്ങിയത് ഗോവയിലാണ്. 2023 ഗോവയാണ്. 2023 ദേശീയ ഗെയിംസിൽ നീന്തലിൽ കേരളത്തിൻ്റെ താരം സജൻ പ്രകാശ് സ്വർണം നേടി. ശരിയാണ്. ഇനി നമുക്ക് നാഷണൽ ഗെയിംസ് 2025 നോക്കാം. വേദിയായത് ഉത്തരാഖണ്ഡാണ്. 38ാമത്തെ നാഷണൽ ഗെയിംസ് ആയിരുന്നു. ഇനി 39ാമത് നാഷണൽ ഗെയിംസ് വേദിയാകാൻ പോകുന്നത് 2027 മേഘാലയയാണ്. 38ാമത് നാഷണൽ ഗെയിംസ് ഭാഗ്യചിഹ്നം മൗളിയാണ്. ഉത്തരാഖണ്ഡിൻ്റെ ദേശീയ പക്ഷിയായിട്ടുള്ള മൊണാലാണ് ഭാഗ്യചിഹ്നമായിട്ട് വന്നിട്ടുള്ളത്. മൗളി എന്നാണ് പേരിട്ടിരിക്കുന്നത്. 36 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഉൾപ്പെടുത്തിയ പരമ്പരാഗത കായിക ഇനങ്ങൾ 2 എണ്ണമാണ്, യോഗാസനയും മല്ലഖാമ്പും. മധ്യപ്രദേശിൻ്റെ ഔദ്യോഗിക കായിക ഇനമാണ് മല്ലഖാമ്പ് എന്ന് ഓർക്കുക. 2025 38ാമത് ദേശീയ ഗെയിംസ് ഇതിൽ ജേതാക്കളായത് സർവീസസ് ആണ്. ഏറ്റവും കൂടുതൽ സ്വർണം നേടുന്ന ടീമിന് നൽകുന്ന ട്രോഫി ആയിട്ടുള്ള രാജാ ഫലേന്ദ്ര സിംഗ് ട്രോഫിയാണ് സർവീസസിന് ലഭിച്ചത്. 68 സ്വർണമാണ് ഇവർ നേടിയത്. ആകെ മെഡലുകൾ 121. സർവീസസ് നേടിയ ആകെ മെഡലുകൾ 121. കേരളത്തിൻ്റെ സ്ഥാനം 14ാം സ്ഥാനമായിരുന്നു. കേരളം നേടിയത് 13 സ്വർണമാണ്. അതുപോലെ ആകെ 54 മെഡലുകളാണ് കേരളം നേടിയത്. ദേശീയ ഗെയിംസ് വുഷുവിൽ കേരളത്തിൻ്റെ ആദ്യ സ്വർണ്ണ ജേതാവ് മുഹമ്മദ് ജാസിലായിരുന്നു. അതുപോലെ വനിതകളുടെ പോളോയിൽ സ്വർണം നേടി കേരളം. അതുപോലെ വോളിബോളിൽ വനിതാ വിഭാഗം വോളിബോളിൽ കേരളം ജേതാക്കളായിരുന്നു. ദേശീയ ഗെയിംസ് വോളിബോളിൽ പുരുഷ വിഭാഗം ജേതാക്കളായത് സർവീസസ് ആണ്. കേരളത്തിന് വെള്ളിയാണ് ലഭിച്ചത്. കേരളത്തിൻ്റെ കാര്യം ഒന്നുകൂടെ പറയാം. കേരളത്തിന് ആകെ ലഭിച്ച മെഡലുകൾ 54 മെഡലുകളാണ്. 14ാമത്തെ സ്ഥാനമാണ് കേരളത്തിൻ്റെ സ്ഥാനം. 13 സ്വർണവും 17 വെള്ളിയും 24 വെങ്കലവും. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ആര്? ഇന്ത്യക്കാണ് ലഭിച്ചത്. ഇന്ത്യയാണ് 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത്. തോൽപ്പിച്ചത് ന്യൂസിലൻഡിനെയാണ്. 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് വേദിയായത് പാകിസ്ഥാനാണ്. ഇനി 2029 നടക്കുന്നത്. വേദിയാകുന്നത് ഇന്ത്യയാണ്. 2029 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് വേദി ഇന്ത്യയാണ്. 2025 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം വിദർഭയാണ് നേടിയത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് വിദർഭയാണ്. 2025 വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് മുംബൈ ഇന്ത്യൻസ് ആണ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം 2025 നേടിയത് മുംബൈ ഇന്ത്യൻസ് ആണ് എന്ന് ഓർക്കുക. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് വിജയിയായത് ഇന്ത്യയാണ്. ഈ ഒരു മത്സരം നടന്നത് ടെഹ്റാനിലാണ്. ഇന്ത്യ തോൽപ്പിച്ചത് ഇറാനെയാണ്. ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പാണ് പറഞ്ഞത്. വേദിയായത് ടെഹ്റാനാണ്. ഇന്ത്യ വിജയിയായി. തോൽപ്പിച്ചത് ഇറാനെയാണ്. 2025
വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്നതും ഇന്ത്യയാണ്. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പാണ്. ലോകകപ്പ് വേദി ഇന്ത്യയാണ്. 2024 T20 വേൾഡ് കപ്പ് നമുക്ക് നോക്കാം. വേദിയായത് വെസ്റ്റ് ഇൻഡീസും US-ഉമാണ്. 2024 T20 വേൾഡ് കപ്പ് വേദിയായത് USA-യും അതുപോലെ വെസ്റ്റ് ഇൻഡീസുമായിരുന്നു. വിജയിയായത് ഇന്ത്യയാണ്. 17 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ വിജയിയാകുന്നത്. തോൽപ്പിച്ചത് ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യ തോൽപ്പിച്ചത്. T20 വേൾഡ് കപ്പ് ഫൈനലിലെ താരമായത് വിരാട് കോഹ്ലിയാണ്. ടൂർണമെൻറ്റിലെ താരം ജസ്പ്രീത് സിംഗ് ബുംറയാണ് ടൂർണമെൻറ്റിലെ താരമായത്. ഫൈനലിലെ താരം വിരാട് കോഹ്ലിയുമാണ്. പാന്തർ, ജാഗ്വർ, പ്യൂമ, ചീറ്റ എന്നിവ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വിവിധ പതിപ്പുകളാണ്? ചോദിച്ചതാണ്. മാക്കിൻ്റെ പതിപ്പുകളാണ്. മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പതിപ്പുകളാണ് പാന്തർ, ജാഗ്വർ, പ്യൂമ, ചീറ്റ ഒക്കെ. അടുത്തത് നോബൽ സമ്മാനവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. 2023 രസതന്ത്ര നോബൽ സമ്മാനം നേടിയ കണ്ടുപിടുത്തം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ക്വാണ്ടം ഡോട്ട്സുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. 2023 പറഞ്ഞത്. 2023 രസതന്ത്ര നോബൽ സമ്മാനം നേടിയ കണ്ടുപിടുത്തം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം. ക്വാണ്ടം ഡോട്ട്സ് ആയിരുന്നു ആൻസർ. ഇത് രസതന്ത്ര നോബൽ സമ്മാനം നേടിയവരാരൊക്കെയാണ് എന്ന് നോക്കാം. 2023 മൗങ്കി ബാവേണ്ടി, ലൂയി ബ്രസ്, അലക്സി എക്കിമോവ്. ഇത്രയും പേർക്കായിരുന്നു, 3 പേർക്കായിരുന്നു ലഭിച്ചത്. മൗങ്കി ബാവേണ്ടി, ലൂയി ബ്രസ്, അലക്സി എക്കിമോവ്. നമ്മളോട് ഇനി ചോദിക്കുന്നത് 2024 നോബൽ പുരസ്കാരമായിരിക്കും. നമുക്ക് നോക്കാം. വൈദ്യശാസ്ത്രത്തിനുള്ളത് 2 പേർക്കാണ് ലഭിച്ചത്. വിക്ടർ ആംബ്രോസിനും ഗാരി റൗക്കനും. mRNA കണ്ടുപിടുത്തത്തിനാണ്, മൈക്രോ RNA കണ്ടുപിടുത്തത്തിനാണ് ലഭിച്ചത്. ഇനി വൈദ്യശാസ്ത്രം കഴിഞ്ഞു. ഇനി ഭൗതികശാസ്ത്രത്തിനുള്ളത് 2 പേർക്കാണ്. ജോൺ ഹോപ്ഫീൽഡിനും ജെഫ്രി ഹിൻഡനും. നിർമ്മിത ബുദ്ധിക്ക് ആധാരമായിട്ടുള്ള കണ്ടുപിടുത്തത്തിനാണ് ജോൺ ഹോപ്ഫീൽഡിനും ജെഫ്രി ഹിൻഡനും ലഭിച്ചത്. വൈദ്യശാസ്ത്രത്തിനുള്ളത് വിക്ടർ ആംബ്രോസിനും ഗാരി റൗക്കനുമാണ് ലഭിച്ചത്. ഭൗതികശാസ്ത്രം ഫിസിക്സിനുള്ളത് ജോൺ ഹോപ്ഫീൽഡിനും ജെഫ്രി ഹിൻഡനുമാണ് ലഭിച്ചത്. നിർമ്മിത ബുദ്ധിക്ക് ആധാരമായിട്ടുള്ള കണ്ടുപിടുത്തത്തിനാണ് എന്ന് ഓർക്കുക. ഇനി രസതന്ത്രത്തിനുള്ളത് നോക്കാം. 3 പേർക്കാണ് ലഭിച്ചത്. 2023 3 പേർക്കായിരുന്നു. 2024 3 പേർക്ക് തന്നെയാണ്. ഡേവിഡ് ബേക്കർ, ജോൺ ജമ്പർ, ഡെമിസ് ഹസബീസ്. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ, പ്രോട്ടീൻ സ്ട്രക്ചർ പ്രൊഡക്ഷൻ എന്നിവയ്ക്കാണ് ലഭിച്ചത്. ഡേവിഡ് ബേക്കർ, ജോൺ ജമ്പർ, ഡെമിസ് ഹസബീസ്. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനും പ്രോട്ടീൻ സ്ട്രക്ചർ പ്രൊഡക്ഷനും എന്ന് ഓർക്കുക. ഒന്നുകൂടെ പറയാം. വൈദ്യശാസ്ത്രത്തിന് 2 പേർക്കാണ് ലഭിച്ചത്. വിക്ടർ ആംബ്രോസിനും ഗാരി റൗക്കനും. mRNA കണ്ടുപിടുത്തത്തിനാണ് ലഭിച്ചത്. ഭൗതികശാസ്ത്രത്തിനും 2 പേർക്കാണ് ലഭിച്ചത്. ജോൺ ഹോപ്ഫീൽഡിനും ജെഫ്രി ഹിൻഡനും. നിർമ്മിത ബുദ്ധിക്ക് ആധാരമായിട്ടുള്ള കണ്ടുപിടുത്തത്തിനാണ് ലഭിച്ചത്, ഫിസിക്സിന്. ഇനി കെമിസ്ട്രി രസതന്ത്രത്തിന് 3 പേർക്കാണ് ലഭിച്ചത്. ഡേവിഡ് ബേക്കർ, ജോൺ ജമ്പർ, ഡെമിസ് ഹസബീസ്. പ്രോട്ടീൻ സ്ട്രക്ചർ പ്രൊഡക്ഷനും കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനുമാണ് എന്ന് ഓർക്കുക. ഇനി സാഹിത്യത്തിനുള്ളത് ഹൻ ക്യാങ്ങിനാണ് ലഭിച്ചത്. ദക്ഷിണ കൊറിയക്കാരിയാണ് ഹൻ ക്യാങ്. ഇനി സമാധാനത്തിലുള്ളത് നിഹോൺ ഹിഡക്കോയ് എന്ന സംഘടനയ്ക്കാണ് ലഭിച്ചത്. ആണവായുധ മുക്തമായിട്ടുള്ള ലോകത്തിനായിട്ടുള്ള പ്രവർത്തനത്തിനാണ് ലഭിച്ചത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് സ്ഫോടനം അതിജീവിച്ചവരുടെ സംഘടനയാണ് നിഹോൺ ഹിഡക്കോയ് സംഘടന. ഇവർക്ക് ലഭിച്ചത് ആണവായുധ മുക്തമായ ലോകത്തിനായിട്ടുള്ള പ്രവർത്തനത്തിനാണ്. അടുത്തത് സാമ്പത്തിക ശാസ്ത്രം 3 പേർക്കാണ്. ഡാരോൺ അസമഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ. 3 പേർക്കാണ് ലഭിച്ചത്. ഡാരോൺ അസമഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ. സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃദ്ധിയും സംബന്ധിച്ച പഠനങ്ങൾക്കാണ്. സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടൽ അഭിവൃദ്ധിയും സംബന്ധിച്ച പഠനങ്ങൾക്കാണ് ഇവർക്ക് 3 പേർക്കും സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള പുരസ്കാരം, എക്കണോമിക്സിനുള്ള പുരസ്കാരം ലഭിച്ചത്. ഡാരോൺ അസമഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ. സൈമൺ ജോൺസൺ, ഡാരോൺ അസമഗ്ലു. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ ആയത് ഇഗ സ്വാടെക് ആണ്. പോളണ്ടുകാരിയാണ് എന്ന് ഓർക്കുക.
ഇഗ സ്വിയാടെക് 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ കിരീടമാണ് ഇഗ സ്വിയാടെക്കിന് ലഭിച്ചത്. നമുക്ക് ബാക്കിയുള്ളവരെ നോക്കാം. 2024 ടെന്നീസ് ഓപ്പൺ കിരീടം, ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ കിരീടം യാനിക് സിന്നർ ഇറ്റലിയാണ്. വനിതാ കിരീടം ലഭിച്ചത് ആര്യാന സെബലങ്കയ്ക്കാണ്. ബെലാറസ് ആണ് ആര്യാന സെബലങ്ക. അപ്പം നമുക്ക് പഠിക്കാം. ഇത് ടെന്നീസ് ഓപ്പൺ കിരീടം 2024 പറയുന്നത്. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ കിരീടമാണ് ആദ്യം പറഞ്ഞത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് ആദ്യം പറയുന്നത്. യാനിക് സിന്നറിനാണ് പുരുഷ കിരീടം. അതുപോലെ വനിതാ കിരീടം ലഭിക്കുന്നത് ആര്യാന സെബലങ്കയ്ക്കാണ്. ഓർക്കുക, യാനിക് സിന്നർ ഇറ്റലിക്കാരനാണ്, ആര്യാന സെബലങ്ക ബെലാറസുകാരിയാണ്. അപ്പം രണ്ടുപേരെ ഓർക്കണം. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ കിരീടം യാനിക് സിന്നർ, വനിതാ കിരീടം ആര്യാന സെബലങ്ക. വനിതാ കിരീടം ആര്യാന സെബലങ്ക. ഓസ്ട്രേലിയൻ കഴിഞ്ഞല്ലോ. ഇനി അടുത്തത് ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടമാണ്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം ലഭിച്ചത് കാർലോസ് അൽക്കാരസിന്. സ്പെയിനാണ് സ്വദേശം. വനിതാ കിരീടം ഇഗ സ്വിയാടെക് പോളണ്ടുകാരിയാണ്. ഇനി നോക്കുന്നത് വിംബിൾട്ടൺ ആണ്. വിംബിൾട്ടണിനും പുരുഷ കിരീടം കാർലോസ് അൽക്കാരസിന് തന്നെയാണ്. വനിതാ കിരീടം ബാർബറ ക്രെജിക്കോവയ്ക്കാണ്. ചെക്ക് റിപ്പബ്ലിക്കാണ് ബാർബറ ക്രെജിക്കോവയുടെ സ്വദേശം. വിംബിൾട്ടണിനും അതുപോലെ ഫ്രഞ്ച് ഓപ്പണും പുരുഷ കിരീടം ഒരാൾക്കാണ് എന്ന് ഓർക്കുക, കാർലോസ് അൽക്കാരസിനാണ്. ഇനി ഫ്രഞ്ച് ഓപ്പൺ നോക്കാം. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം യാനിക് സിന്നറിനാണ്. വനിതാ കിരീടം ആര്യാന സെബലങ്കയ്ക്കുമാണ്. US ഓപ്പണും അതുപോലെ ഓസ്ട്രേലിയൻ ഓപ്പണും പുരുഷ കിരീടം യാനിക് സിന്നർ, വനിതാ കിരീടം ആര്യാന സെബലങ്ക. അതിൽ എളുപ്പമാണ് ഓർക്കാൻ. ഓസ്ട്രേലിയൻ ഓപ്പണും അതുപോലെ US ഓപ്പണും പുരുഷ കിരീടവും വനിതാ കിരീടവും ഓർക്കാൻ എളുപ്പമാണ്. പുരുഷ കിരീടം യാനിക് സിന്നർ, വനിതാ കിരീടം ആര്യാന സെബലങ്ക. കുറച്ച് വ്യത്യാസമുള്ളത് വിംബിൾട്ടണിലും ഫ്രഞ്ച് ഓപ്പണിലുമാണ്. വിംബിൾട്ടണും ഫ്രഞ്ച് ഓപ്പണും പുരുഷ കിരീടം ഒരാൾക്ക് തന്നെയാണ്, കാർലോസ് അൽക്കാരസ്. വനിതാ കിരീടം വിംബിൾട്ടൺ ബാർബറ ക്രെജിക്കോവയ്ക്കും, ഫ്രഞ്ച് ഓപ്പൺ വനിതാ കിരീടം ഇഗ സ്വിയാടെക്കുമാണ് എന്ന് ഓർക്കുക. ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഓപ്ഷൻ സി ആണ് ആൻസർ. ഐരാവതാണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഐരാവതാണ്. വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാറ്റ്ഫോം ഏതാണ്? അനുവാദിനിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, അനുവാദിനി. വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാറ്റ്ഫോമാണ് അനുവാദിനി. ഇനി ജെമിനി എന്താണ്? ഗൂഗിളിൻ്റെ AI ചാറ്റ് ബോട്ടാണ് ജെമിനി. ജെമിനിയുടെ ആദ്യ കാല നാമമായിരുന്നു ബാർഡ്. ഇനി ചാറ്റ് ജി പി ടിയെ പറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ PSC ചോദിച്ചു. റീസെൻ്റായിട്ട് നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ചാറ്റ് GPT നിരോധിച്ച പാശ്ചാത്യ രാജ്യമേത് എന്ന്? ഇറ്റലിയാണ്. ചാറ്റ് GPT നിരോധിച്ച ആദ്യ യൂറോപ്യൻ രാജ്യം ഇറ്റലിയാണ്. ഇനി നമുക്ക് ഡോക്ടർ കസ്തൂരിരംഗൻ അടുത്തിടെ മരണപ്പെട്ടു. 2025 ഏപ്രിൽ 25 അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി ഒന്ന് നോക്കാം. 2025 ഏപ്രിൽ 25 മരണം. 1994 മുതൽ 2003 വരെ ISRO ചെയർമാനായിരുന്നു. ISRO ചെയർമാനാകുന്ന 5ാമത്തെ വ്യക്തിയും 2ാമത്തെ മലയാളിയുമാണ്. ISRO ചെയർമാനാകുന്ന 5ാമത്തെ വ്യക്തിയാണ് ഡോക്ടർ കസ്തൂരിരംഗൻ. അതേപോലെ 2ാമത്തെ മലയാളിയാണ്. 1ാമത്തെ മലയാളി ആരായിരുന്നു? ISRO ചെയർമാനാകുന്ന ആദ്യ വ്യക്തി ആരായിരുന്നു? MGK മേനോനായിരുന്നു. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ അംഗമായിരുന്നു. ഇദ്ദേഹം ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ അംഗമായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായിരുന്ന ഭാസ്കര 1 അതുപോലെ ഭാസ്കര 2 പ്രോജക്റ്റ് ഡയറക്ടറായിരുന്നു. ഭാസ്കര 1ൻ്റെയും ഭാസ്കര 2ൻ്റെയും പ്രോജക്റ്റ് ഡയറക്ടറായിരുന്നു. കസ്തൂരിരംഗൻ തലവനായ കമ്മിറ്റിയാണ് ദേശീയ വിദ്യാഭ്യാസ നയം 2020 മുന്നോട്ട് വെച്ചത്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 മുന്നോട്ട് വെച്ചത് കസ്തൂരിരംഗൻ തലവനായിട്ടുള്ള കമ്മിറ്റിയായിരുന്നു. പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ശുപാർശകൾ വിലയിരുത്തി റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റിയുടെ തലവനും ഡോക്ടർ കസ്തൂരിരംഗനാണ്. ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത് 1982 പത്മശ്രീ 82. പത്മഭൂഷൺ ലഭിക്കുന്നത് 10 വർഷത്തിന് ശേഷം 1992 പത്മവിഭൂഷൺ
പത്മവിഭൂഷൺ ലഭിക്കുന്നത് 2000-ലുമാണ്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.